മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷാവിധി പ്രസ്താവിച്ചത്. 2020 ഒക്ടോബർ 8-നാണ് ഷാബാ ഷെരീഫ് കൊല്ലപ്പെട്ടത്. മൈസൂർ സ്വദേശിയായ ഷാബാ ഷെരീഫിനെ ഒരു കൊല്ലത്തോളം മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു കൊന്നുവെന്നാണ് കേസ്. മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാതെ വിചാരണ പൂർത്തിയാക്കിയ കേരളത്തിലെ അപൂർവം കൊലക്കേസുകളിലൊന്നാണ് ഷാബാ ഷെരീഫ് കേസ്. 2019 ഓഗസ്റ്റ് 1-നാണ് കേസിനാസ്പദമായ സംഭവം. പാരമ്പര്യവൈദ്യനായ മൈസൂരു സ്വദേശി ഷാബാ ഷെരീഫിനെ ചികിത്സയ്ക്കെന്ന് പറഞ്ഞ ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫും കൂട്ടാളിയും വീട്ടിൽ നിന്ന് വിളിച്ചിറക്കുന്നു. ഒറ്റമൂലി രഹസ്യം ചോർത്തുകയായിരുന്നു ലക്ഷ്യം. ഇതിനായി 1 വർഷത്തിലധികം ഷൈബിന്റെ നിലമ്പൂർ മുക്കട്ടയിലെ വീട്ടിൽ ഷാബാ ഷെരീഫിനെ തടവിൽ പാർപ്പിച്ചു. രഹസ്യം വെളിപ്പെടുത്താതിരുന്നതോടെ ക്രൂരമർദ്ദനം തുടർന്നു. മർദ്ദനത്തിനിടെ 2020 ഒക്ടോബർ 8-ന് ഷാബാ ഷെരീഫ് കൊല്ലപ്പെട്ടു. മൃതദേഹം കഷ്ണങ്ങളാക്കി ചാലിയാറിലൊഴുക്കി. കുറ്റവാളികൾക്ക് അതിനനുസരിച്ചുള്ള ശിക്ഷ കിട്ടണം, അതാണ് പ്രതീക്ഷ. ആ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ഇത് സാധാരണ നിലയിൽ നല്ല കടുത്ത ശിക്ഷ തന്നെ ഈ കേസിൽ വന്നിട്ടുണ്ട്. പക്ഷെ ചില വകുപ്പുകൾ പ്രകാരം കുറ്റക്കാരനാണെന്ന് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ചില ആളുകൾ കുറ്റം തെളിയിക്കപ്പെട്ടില്ല എന്നുള്ളതുകൊണ്ട് വിട്ടുപോയില്ല. അപ്പോൾ അതിനും കൂടി പരിഗണിച്ചുകൊണ്ട് മൊത്തം ഇത് പരിശോധിച്ച അപ്പീലിൻ്റെ സാധ്യതകൾ പരിശോധിക്കാൻ എന്ന് മാത്രമേ ഉള്ളൂ. മറ്റേ ശരിക്കും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് എന്നുള്ളതാണ് പറയാൻ. മൃതശരീരം പുഴയിൽ തള്ളിയതിനാൽ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പോലീസിനായില്ല. അങ്ങനെ മൃതദേഹമോ അവശിഷ്ടങ്ങളോ ലഭിക്കാതെ ശിക്ഷ വിധിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ കേസാണിത്. പൂർണ്ണമായ ജഡ്ജ്മെന്റ് കണ്ടതിന് ശേഷമാണ് ബാക്കിയുള്ള നടപടികൾ എന്ത് ചെയ്യണം, ലീഗൽ ഒപ്പീനിയൻ കൂടി മേടിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. എൻ്റെ ഹയർ ഓഫീസേഴ്സിനോട് ഡിസ്കസ് ചെയ്തതിന് ശേഷം ചെയ്യും. ജഡ്ജ്മെന്റ് കിട്ടിയതിന് ശേഷം പറയുന്നതാവും നല്ലത്. നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല എന്തൊക്കെയാണ് എന്നുള്ളത്. ജഡ്ജ് ഏതായാലും ഈ ഒരു വിധി വന്നതിൽ ശരിക്കും തെളിവുകൾ ശരിക്കും ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും കോടതി അത് കൺസിഡർ ചെയ്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത തെളിവുകൾ മൊത്തം അതേ രീതിയിൽ തന്നെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ വിധി വന്നിരിക്കുന്നത്. ഷാബാ ഷെരീഫിന്റെ മൃതദേഹം വെട്ടിനുറുക്കി പുഴയിൽ ഒഴുക്കുകയായിരുന്നു. തലമുടിയുടെ DNA സാമ്പിൾ പരിശോധനയിലൂടെയാണ് അന്വേഷണ സംഘം കേസിൽ നിർണായക മുന്നേറ്റം നടത്തിയത്. 2024 ഫെബ്രുവരിയിലാണ് കേസിന്റെ വിചാരണ തുടങ്ങിയത്. സീ മലയാളം ന്യൂസ്, മലപ്പുറം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.